അവരുടെ കൺട്രോൾ വർക്ക് കഴിഞ്ഞോ അവിടെ മുകളിൽ വെയിലത്തല്ലേ டாஸ்க்ல இல்லைன்னு சொல்றாங்கண்ணா மாற்றி வச்சவங்க ராஜனா 302 12 8 வரை ஏதோ ரூம்ல வச்சுட்டு போகலாமாம்மா குழந்தைங்க இதை எடுத்து போயிருக்குமாம்மா சரி ஓகே നമ്മള് എല്ലാവർക്കും പ്രോപ്പർ ചെക്ക് ചെയ്യാം 1 to 7 വരയ്ക്കും പാത്രത്തിൽ ഇല്ല 8 ഇപ്പൊ പാത്രം ചാട്ടം കുറയില്ലോ സെറ്റായാലും ചാട്ടം മൊത്തം അവിടെ അവിടെ ഇറങ്ങി ആ ജോലി പോകാതെ ഇറങ്ങി ഞങ്ങളുടെ മുമ്പൊക്കെ പറഞ്ഞു അതിൻ്റെ ആളങ്ങനെ ഇപ്പോഴും സ്റ്റഡി കുറവ് കിട്ടും ഞങ്ങൾ പറഞ്ഞിട്ട് ആ ഒരു ഭാഗം മറ്റേ വഴി കഷ്ടം ഭയങ്കര ആയിരിക്കില്ലേ ഭയങ്കര ഉണ്ടോ
അമ്മക്ക് കയറാൻ പറ്റില്ലോ. അമ്മ ഓടി നിക്കൂല പിന്നെ അട്ടയൊന്നും കടിക്കില്ലേക്കില്ല. അട്ടയൊന്നും ഡ്രൈ ആയതുകൊണ്ട് മഴ പെയ്താലുണ്ടാവും. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഇവിടെ വൈൽഡ് പ്ലാനറ്റ് റിസോർട്ടിൽ ജംഗിൾ ഫോറസ്റ്റിലാണ്. ഇന്ന് നമ്മളിവിടെ വീടെടുത്ത് ഇന്ന് പോവും. പക്ഷേ ഇവിടുത്തെ റൂമൊക്കെ നല്ല അടിപൊളിയാണ്. അതാണ് ഞാൻ കാണിച്ചുതരാം. പിന്നെ ഇതാ ഇവിടെ കിടക്കാനുള്ള സ്പേസും പിന്നെ 2 സീറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ടേബിളും കസാലയുണ്ട്. ഞങ്ങളവിടെ ഞങ്ങളെ ഓരോരോ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചേക്കാണ്. പിന്നെ ഇങ്ങനത്തെ കട്ടൻ ഇങ്ങനെ മേലോട്ട് വെക്കുക. താഴോട്ടാണെങ്കിൽ ഇത് ഇതാണ് നമ്മുടെ കട്ടില്. ഭയങ്കര സ്പോഞ്ച്. ഞാൻ കടന്ന് കാണിച്ചില്ല. ഇവിടെ പിന്നെ ലൈറ്റ്സും പിന്നെ വേറൊരു വലിയ ലൈറ്റും ഉണ്ട്. TV റിമോട്ട്, AC റിമോട്ട്. അടുത്ത് TV ആണ്. TVയുടെ റിമോട്ടാണ് നേരത്തെ 2 കാണിച്ചത്. ഇത് റിമോട്ട് വെക്കുന്ന സാധനം. ഇതൊരു കാർബോർഡ് പോലെ വെച്ച് എഴുതാനൊക്കെ. ഇതാണ് അവിടെ നേരത്തെ കാണിച്ചിരുന്ന ലൈറ്റ്. ഇത് ഇടാൻ പറ്റൂല, അതുകൊണ്ടാണ് ഇതിടാത്തത്. ഇവിടെ നമ്മളെ സാധനങ്ങളും പിന്നെ ഈ ബാഗ്സും എല്ലാം വെക്കാം. പിന്നെ നമ്മൾ തുണികൾ ഇവിടെ മേലിലൊക്കെ വെക്കാം. ഇവിടെയാണ് നമ്മൾ ഡ്രസ്സ് നമ്മുടെ കുളിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ആറിടുന്ന ഭാഗമാണിത്. ഇതാണ് അലമാര. ഇതാണ് ഇത് ഞങ്ങളെ ഡ്രസ്സൊക്കെയാണ്. ഞങ്ങളെ ഡ്രസ്സൊക്കെ അവിടെ തൂക്കിയിട്ട് ഇവിടെ കുറേ ചെരുപ്പും വെയിറ്റ് വെക്കുന്ന സാധനവും പിന്നെ കൂറേനെ ഓടിക്കുന്നതും പിന്നെ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ആപ്പിളും മാങ്ങയൊക്കെ ഉണ്ട്. അത് മുറിക്കാൻ വേണ്ടി കത്തിയുണ്ട്. ഈ 4 ഗ്ലാസും പിന്നെ ഒരു സ്പൂണൊക്കെ ഉണ്ട്. പിന്നെ ചായ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സാധനവും പിന്നെ ഇതും ഉണ്ട്. ഈ ബാത്റൂം വരെ ഇതാണ് നമ്മൾ കുളിക്കുന്ന ഭാഗം. ഇവിടെ നമ്മൾ കാലിൻ്റെ അടിയിൽ സോപ്പാക്കിയിട്ട് ഇവിടെ ഉരയ്ക്കുന്ന സാധനം. പിന്നെ ഇത് ഇങ്ങോട്ടേക്ക് ആക്കിയാൽ ഇതും തുറന്നാൽ ഈ 2 ഭാഗത്തും ഇടാൻ വരും. ഇത് താഴോട്ടേക്ക് ആക്കിയിട്ട് ഇങ്ങോട്ടേക്ക് ആക്കിയാൽ വേണം വരും. ഈ വാഷ് ബേസ് ആണ്. ഇവിടെ നമ്മൾ കുളിക്കുമ്പോൾ തലയിൽ തേക്കുന്ന ഷാമ്പുവും പിന്നെ
കയ്യിലെടുക്കുന്ന ഓരോന്നൊക്കെ ഉണ്ട്. ഇത് ഹാൻഡ് വാഷ്. ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഉരച്ചിട്ട് ഇങ്ങനെ ആക്കാം. ഇവിടെ നല്ല തണുത്തുള്ള എല്ലാത്തിലും നമ്മളെ മുടി ഉണങ്ങാതൊക്കെ ഇരുന്നാല് അങ്ങനെ മുടി ഉണക്കാൻ വേണ്ടി വെക്കുന്ന സാധനം. ഇതാണ് നമ്മള് തോർത്തുകൊണ്ട്. ബൈ ഗൈസ്, നമ്മൾ ഇനി പിന്നെ കാണാം.